ഇന്ന് നമ്മുടെ അമ്മൂസ് കൊണ്ടുവന്നേക്കുന്നത് പറങ്ങാപ്പഴമാണ്. പറങ്ങാപ്പഴം തിന്നാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാ അമ്മൂസ് ഇത് കഴിക്കുന്നത്? ഇത് കഴുകി ഉപ്പും മുളകും ഇട്ട് തിന്നും. കഴുകി ഉപ്പും മുളകും ഇട്ട് തിന്നും. ഇത് പിന്നീട് എന്തൊക്കെ ചെയ്യാമെന്നറിയോ? ഇത് ജ്യൂസ് ഉണ്ടാക്കും, മിഠായി ഉണ്ടാക്കും, അച്ചാറുണ്ടാക്കും, മെഡിസിൻ പവറുള്ള, അതായത് തേനിനകത്ത് പറങ്ങാപ്പഴം ചേർത്ത് മെഡിസിൻ പവറുള്ള ഉൽപ്പാദനം ഉണ്ടാക്കുക. ആ ഉൽപ്പന്നം എന്ന് പറയുന്നത് നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള വയറിന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ടിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ പറങ്ങാപ്പഴം, കശുമാങ്ങ എന്നൊക്കെ പറയുന്നെങ്കിലും വിദേശികൾ എങ്ങനെ പറയുന്നത്? കാഷ്യൂ ആപ്പിൾ എന്നാണ് വിദേശികൾ പറയുന്നത്. കാഷ്യൂ ആപ്പിൾ എന്നാണ്. ഇതിന് വലിയ ഗുണങ്ങളാണ് ഉള്ളത്. എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നറിയോ ഇതിൽ? അയണുണ്ട്, പിന്നെ സിങ്ക് ഉണ്ട്, പിന്നെ ചെമ്പ്, മഗ്നീഷ്യം, പിന്നീട് എന്തുവാ ഉള്ളത്? പൊട്ടാസ്യം. അങ്ങനെ പ്രോട്ടീനുകൾ, ധാതുക്കൾ ധാരാളമുണ്ട് ഇതിൽ. അയണിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് എന്താണ്, ശരീരത്തിന് നമുക്ക് ആവശ്യമുള്ള രക്തം ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹൃദയ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും, ഹൃദയത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നതിന് പറങ്ങാപ്പഴം നല്ലതാണ്. പറങ്ങാപ്പഴത്തിന് കൊഴുപ്പ് കുറവായതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. പറങ്ങാപ്പഴത്തിലെ മധുരത്തിൻ്റെ അംശവും വളരെ കുറവായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഷുഗർ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് തോട്ടവിള ആയിട്ടാണ് കാണപ്പെടുന്നത്. തോട്ടങ്ങളായിട്ടിങ്ങനെ നിർത്തി പറങ്ങാവുകൾ വളർത്തി അതിൽ നിന്നാണ് നമ്മൾ ആവശ്യത്തിനുള്ള കാഷ്യൂ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ പറങ്ങാവിൻ്റെ അടുത്തോട്ടൊന്ന് പോകാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരേ ഒരു മൂട് പറങ്ങാവ്. ഇപ്പോൾ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. റബ്ബർ വന്നപ്പോഴാണ് ഈ പറങ്ങാവ് നഷ്ടമായത്. പറങ്ങാവ് ഏകദേശം നമ്മുടെ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് പൂവിട്ട് ഫലങ്ങൾ തരുന്നത്. അപ്പോൾ ഇത് നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും. അത് നമുക്ക് വളരെ നഷ്ടം സംഭവിക്കും. അപ്പോൾ നമുക്കിവിടെ ഇലക്ട്രിസിറ്റിയുടെ ലൈൻ പോകുന്ന ഭാഗമായതുകൊണ്ട് അവർ ടച്ച് വെട്ടുന്ന സമയത്ത് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ മുറിച്ച് കളയാറുണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം പിടിച്ച് വളച്ച് കയറിട്ട് കെട്ടി വച്ചിരിക്കുക. കാരണം ഇപ്പോഴിങ്ങനെ അപൂർവമായിട്ടല്ലേ ഉള്ളൂ പറങ്ങാവും പറങ്ങാപ്പഴങ്ങളും ഒക്കെ. ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആരും ഇത് കളയത്തില്ല. പണ്ടൊക്കെ നല്ല വെയിലത്ത് ആൾക്കാർ ദൂരെയൊക്കെ നടന്നു പോയിട്ട് വരപ്പോഴേ ഇപ്പം ദാഹിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ വരുന്നവർ ഈ പറങ്ങാവിൻ്റെയൊക്കെ തണലിലൊക്കെ വന്നിരിക്കും. തണലിൽ വന്നിരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന പഴങ്ങളൊക്കെ അവർ പറിച്ച് തിന്നും. അന്നേരം നമ്മൾ പറയുന്നത് പാവങ്ങളുടെ മധുരനാരങ്ങ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പം നമ്മുടെ ഓറഞ്ചിൽ അടങ്ങിയേക്കുന്നതിനെക്കാട്ടിലും 5 മടങ്ങ് കാൽസ്യം ഇതിലുണ്ട്. നമ്മുടെ സാധാരണ പൈനാപ്പിളിനെക്കാട്ടിലും 7 മടങ്ങ് കാൽസ്യം ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മൂസേ, ഇതിൽ 1-2 എണ്ണം പറിച്ചെടുക്കാമോ? ഇവിടെ കൊണ്ടുവെക്ക്, പ്ലേറ്റ് ഇവിടെ കൊണ്ടുവെക്ക്, എങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. പ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനായിട്ട് ഏറ്റവും താഴെ ഒരെണ്ണമുണ്ട്. ചെറിയ തോട്ട അല്ലെങ്കിൽ തോട്ടി എന്നൊക്കെ പറയും. അതുപയോഗിച്ചായിരുന്നു ഇത് നേരത്തെ അടർത്തിക്കൊണ്ടിരുന്നത്. വീഴത്തില്ലേ? അല്ലെങ്കിൽ തട്ടി നോക്കുന്നതിനും പൂക്കൾ കൊഴിഞ്ഞു പോകും.
അമ്മൂസ പറഞ്ഞപ്പോഴും കൈ വെച്ച് തന്നെ പറിച്ചെടുക്കുക, പൂക്കൾ ഒഴിക്കാതെ. ആ, എടുക്കി. ഇനിയുണ്ട്, 2 എണ്ണം ഇതിലുണ്ട്, കണ്ടോ? അതിൻ്റെ ആ ചെറിയ ആ പറ്റത്തില്ലേ? പൂക്കൾ ഒഴിയും, പൂക്കൾ ഒഴിയും, പൂക്കൾ ഒഴിയും അമ്മൂസേ, പൂക്കൾ ഒഴിയും. അപ്പോൾ ഇന്നിനി പറങ്ങാപ്പഴം കഴിക്കാൻ പോവാ അല്ലേ? അപ്പോൾ ഇനി എന്നാ പറങ്ങാപ്പഴമൊക്കെ ചെയ്തെടുക്കുന്നത്? തേൻ വാങ്ങിക്കുമ്പോൾ ചെയ്യണം കേട്ടോ.